ഇന്നലെയാണ് ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്ഥാന സർക്കാർ കത്തയച്ചത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അതൊരു വിജയമല്ല എന്ന് പറഞ്ഞ് അതിനിപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ മറുപടി. രാഷ്ട്രീയ ബോധം അനുവദിക്കുന്നില്ല. ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം. അതാണ് LDFന്റെ കൈമുതൽ, അതാണ് അതിൻ്റെ കരുത്ത്. CPIക്ക് ആ രാഷ്ട്രീയ ബോധമുണ്ട്. PMCയെ സംബന്ധിച്ച് സഖാ ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMCയെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഖാവ് MA ബീബിയും സഖാവ് ഗോവിന്ദൻ മാഷുമാണ്. അവർ പഠിപ്പിക്കട്ടെ. PMC എന്ന പദ്ധതി NEP-യുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട ഒന്ന് RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം, അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷെ അത് പഠിപ്പിക്കാൻ CPMന്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. എന്നൊന്നും ഞാൻ പറയില്ല. ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ്. ശിവൻകുട്ടി മാന്യ സുഹൃത്താണ്. ശിവൻകുട്ടി CPM നേതാവാണ്. ശിവൻകുട്ടി ആധുനികനായ വിദ്യാഭ്യാസ മന്ത്രിയാണ്. എല്ലാമാണ്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കാൻ ഞാനില്ല. ശിവൻകുട്ടിയോട് ഞാൻ എന്താ പറയേണ്ടത്? PMCയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് BJP രാഷ്ട്രീയമാണ്. അതല്ല നമ്മുടെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം അതല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ വെളിച്ചത്തിൽ SSK ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് CPIയുടെ നിലപാട്. CPIയുടെ നിലപാടായിരിക്കും LDFനും അതായിരിക്കും സ്വീകാര്യം. എന്തായാലും CPMന് അത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. SSKയും PMCയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ ന്യായം പറഞ്ഞ് അവകാശപ്പെട്ട SSK ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായി അതുപോലെ തന്നെ നിയമപരമായി നേരിട്ടേ തീരൂ. ആ രാഷ്ട്രീയം LDFനുണ്ട്. ആ രാഷ്ട്രീയം ശിവൻകുട്ടിക്ക് എന്തായാലും ബോധ്യപ്പെടും. രാഷ്ട്രീയ വിജയം അവകാശപ്പെടുന്നത് ശരിയല്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. രാഷ്ട്രീയ വിജയം ആർക്കാണെന്നും പറയാൻ കഴിയുന്ന കാര്യമായിട്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പലവട്ടം എന്നോട് ചോദിച്ചു, നമ്മളെല്ലാം ചോദിച്ചു, ഈ വിജയം CPIയുടെ വിജയമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, വിജയത്തിന്റെയും പരാജയത്തിന്റെയും അളവുകോൽ വെച്ച് ഇത് അളക്കാൻ ഞങ്ങളില്ല. അതെന്റെ വാചകം, ഞങ്ങളില്ല. നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, CPI പറയും, ഇത് LDFന്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയും. ഞാൻ കൂട്ടിച്ചേർത്തു, LDF രാഷ്ട്രീയത്തിന്റെ വിജയം, LDFന്റെ ഐഡിയോളജിയുടെ വിജയം, LDFന്റെ ഐക്യത്തിന്റെ വിജയം. ഞാൻ പറഞ്ഞത് അവിടെയാണ് CPI ഇപ്പോഴും നിൽക്കുന്നത്.